കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഗുരുവായൂരപ്പനെ കാണാൻ വരണ്ടേ? എല്ലാവരും വരൂ കേട്ടോ. നമുക്ക് ഗുരുവായൂരപ്പൻ്റെ ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്ന് ആരാണ് കളഭത്തിൽ ഇരിക്കുന്നത് എന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് കിഴക്കേ നടയിലുള്ള ആ ഗണപതി ക്ഷേത്രത്തിൽ പോയിട്ട് ഗണപതി ഭഗവാനെയൊക്കെ പ്രാർത്ഥിച്ച് ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം അങ്ങനെ ഏത്തൊക്കെ തേങ്ങ അടിക്കേണ്ടവർക്ക് തേങ്ങയൊക്കെ അടിച്ച് അങ്ങനെ തൊഴുതിട്ട് ഇങ്ങോട്ട് പോരുക കേട്ടോ. ഇനി ഗുരുവായൂരപ്പനെ കാണാനുള്ള തയ്യാറെടുപ്പുമായിട്ട് നമുക്ക് ആ ഗോപുരനട കഴിഞ്ഞിട്ട് അകത്തേക്ക് പ്രവേശിക്കാം. അങ്ങനെ ആ വാതിൽ മാടത്തിൻ്റെ അവിടെ എത്തുമ്പോൾ കുറച്ചൊക്കെ വലിയ തിരക്കൊന്നുമില്ല, എന്നാൽ കുറച്ച് തിരക്കുണ്ടേനി. അങ്ങനെയുള്ള ആ ഒരു തിരക്കാണ്. വ്യാഴാഴ്ചയാണല്ലോ, സ്വാമിമാരുടെ തിരക്കാണ്. എന്നാലും വലുതായിട്ടില്ല എന്നുണ്ടേനി. അപ്പോൾ അങ്ങനെ നമുക്ക് തൊഴാൻ കയറുക. അപ്പോൾ അങ്ങനെ കയറുമ്പോൾ ആ ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ ആ ശ്രീലകത്തെ നെയ്വിളക്കിൻ്റെ ആ പ്രഭാ വെളിച്ചങ്ങനെ കാണാം. അതുപോലെ നമ്മൾ ഇടത്തെ സൈഡിൽ ആ മേൽപ്പത്തൂർ ഭട്ടതിരി ഇരുന്ന് നാരായണീയം എഴുതിയ ആ സ്ഥലം അവിടേക്ക് നോക്കാം, ഒന്ന് സ്മരിക്കാം അദ്ദേഹത്തെ. അതുപോലെ നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത ആ തൂണൊന്ന് കണ്ടു തൊഴാം. അങ്ങനെ ആ കിഴക്കേ സൈഡിലൂടെ വലത്തെ സൈഡിലൂടെ ഇങ്ങനെ പോരുക. വലത്തെ സൈഡിലൂടെ പോരുമ്പോൾ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണനെ കാണാം. ശ്രീലകത്ത് ഇങ്ങനെ മുട്ട് കുത്തിയിട്ട് നിൽക്കുകയാണ്. ആ കാൽവളകൾ കാണാനുണ്ട്, കൈവളകൾ കാണാനുണ്ട്. അടുത്ത് തന്നെ ഒരു വെണ്ണക്കുട അങ്ങനെ മാറോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട്. മാറോട് ചേർത്ത് കാരണം ഒന്നിങ്ങനെ പിടിച്ചിട്ടുണ്ട്. അതിന്ന് വെണ്ണ കഴിക്കുകയാണ്. ആ വലത്തെ കൈ കൊണ്ട് വെണ്ണ കഴിക്കണ വെണ്ണക്കണ്ണനാണ് കേട്ടോ. ആ ഉണ്ണീനെ കാണാൻ എന്താ രസം! വളരെ രസമായിട്ടാണ് കളഭം കൊണ്ട് ചാർത്തിയിട്ടുള്ളത്. മയിൽപ്പീലിയൊക്കെ ഇങ്ങനെ ഉണ്ട്, കളഭം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. ആ തിരുമുടി ഇങ്ങനെ കെട്ടിയിട്ട് തിരുമുടി മാലകളുണ്ട്. വെള്ളയും ചുവപ്പുമായിട്ടുള്ള മാലകളുണ്ട്. തെച്ചിപ്പൂവും തുളസിയും തമ്മിലുള്ളൊരു മാല ഉണ്ട്. അതുപോലെ ഉണ്ടമാല ഉണ്ട്. ഒരു പവിഴമല്ലി കൊണ്ടുള്ളതാണെന്ന് തോന്നുന്നു. അതും വെളുത്ത പൂവും ചുവന്ന തെച്ചിയും കൂടിയുള്ളൊരു മാലയും ഉണ്ടമാലയും, തുളസിയും താമരയും തെച്ചിയും കൂടിയുള്ളൊരു ഉണ്ടമാലയും. അങ്ങനെ 2 മാലയാണ് അന്ന് ഉണ്ടമാല ചാർത്തിയിട്ടുള്ളത്. അതിങ്ങനെ ഞാന്ന് കിടക്കുന്നുണ്ട്. അരഞ്ഞാണിങ്ങനെ കാണാനുണ്ട്, കൈവളകൾ കാണാനുണ്ട്, കാതുപൂക്കൾ കാണാനുണ്ട്. അതുപോലെ വളയം പോലത്തെ മാല കാണാനുണ്ട് ഉണ്ണിയുടെ കഴുത്തിൽ. അങ്ങനെ ആ പൊന്നിൻ്റെ ഗോപി കാണാനുണ്ട്. വളരെ രസമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇന്ന് ശ്രീലകത്തെ. എന്താ ഒരു കാഴ്ച എന്നറിയോ? അപ്പോൾ ആ പൊന്നിൻ്റെ പ്രഭയിൽ അതിങ്ങനെ കാണുന്നുണ്ട്. ഗോപീതിലൊക്കെ ഇങ്ങനെ തിളങ്ങുകയാണ്. അപ്പോൾ എല്ലാവരും ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ഭഗവാനെ ദർശിക്കുക. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. നമ്മളിപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തിൻ്റെ മുൻപിലാണ്, ആ സോപാനപ്പടിയിലാണ് എന്ന് അങ്ങോട്ട് ചിന്തിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ച് നമ്മുടെ വിഷമങ്ങളും സന്തോഷങ്ങളും എല്ലാം അവിടെ അങ്ങോട്ട് സമർപ്പിക്കുക. ഇനി അങ്ങനെ തൊഴുത് ഇങ്ങോട്ട് ഇറങ്ങാം. പഞ്ചഗവ്യവും കളഭവും ഒക്കെ ഉണ്ടായിരുന്നു. ഉച്ചപൂജയൊക്കെ വളരെ മനോഹരമായി. അപ്പോൾ ഇനി നമുക്ക് തൊഴുത് ഇറങ്ങാം. അങ്ങനെ ഇറങ്ങുമ്പോൾ തെടപ്പള്ളിയിരിക്കുമെന്ന് നോക്കാം. ഗണപതി ഹോമം നടത്തുന്ന സ്ഥലം, ഭഗവാന് നേദ്യം ഉണ്ടാക്കുന്ന സ്ഥലം. അപ്പോൾ അവിടെയൊക്കെ നോക്കിയിട്ട് പറ്റുകയാണെങ്കിൽ ഒന്ന് പ്രണമിച്ച്, അതുപോലെ ആ സപ്തമാതാക്കളെയൊക്കെ ബലി തൂവുന്ന കല്ലൊക്കെ നോക്കി സപ്തമാതാക്കളെയൊക്കെ ഒന്ന് കണ്ട് അങ്ങനെ അവിടുന്ന് നോക്കി ഇങ്ങനെ വരുമ്പോൾ വിഘ്നേശ്വരൻ്റെ അടുത്തേക്ക് വീണ്ടും വരാം. വിഘ്നേശ്വരൻ്റെ അടുത്ത് വരുമ്പോൾ അതാ നല്ല കളഭം കൊണ്ട് ഇങ്ങനെ ചന്ദനം കൊണ്ടുള്ള മുഖപത്മൊക്കെ അലങ്കരിക്കപ്പെട്ടിരിക്കണം. വെളുത്ത പൂവുണ്ട്, തെച്ചിപ്പൂവുണ്ട്. അങ്ങനെ നന്നായിട്ട് തുളസിയൊക്കെ ആയിട്ട് ഇങ്ങനെ മാലയൊക്കെ ആയിട്ട് ഇങ്ങനെ നന്നായിട്ട് മുല്ലമുട്ട് മാലയൊക്കെ ആയിട്ടാണ് ഗണപതി ഇരിക്കുന്നത്. അപ്പോൾ ഗണേശനെ കണ്ട് തൊഴുക, ഗണേശൻ്റെ അനുഗ്രഹം വാങ്ങുക, അവിടെ നിന്ന് നമസ്കരിക്കുക വെച്ചാൽ എത്തിടുക. അതുപോലെ സരസ്വതി ദേവിയുടെ അടുത്ത് ചെല്ലുക. സരസ്വതി ദേവിയുടെ ആ ഫോട്ടോ കാണാം. അവിടെ നിന്ന്
വിളക്കൊക്കെ ഇങ്ങനെ കത്തി നിൽക്കുന്നുണ്ട്. മാല ഉണ്ട്, തുളസിയും തെച്ചിയുള്ള ഒരു മാല ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. അവിടെയും സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ പ്രാർത്ഥിച്ച് നമ്മളെ സൈഡിൽ കൂടെ അങ്ങനെ വരുമ്പോൾ വീണ്ടും നമ്മളെ ഗണേശൻ്റെ ചെറിയ വിഗ്രഹം കാണാം. അവിടെ നിന്ന് തൊട്ട് തലോടുക. ഓം ഗം ഗണപതയേ നമ എന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ച് അവിടെ നിന്ന് ഇങ്ങനെ പോരുമ്പോൾ ആ മേൽശാന്തി ഇരിക്കുന്ന സ്ഥലം കാണാം. അവിടെ നിന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. അത് കഴിഞ്ഞാൽ നേരെ സാഷ്ടാംഗം നമസ്കരിക്കുക. ശ്രീകോവിലിൻ്റെ പുറകിൽ വന്നിട്ട് സാഷ്ടാംഗം നമസ്കരിക്കുക. സ്ത്രീകൾ മുട്ടുകുത്തിയിട്ട് അങ്ങനെ തൊഴുതാൽ മതി കേട്ടോ, സാഷ്ടാംഗം നമസ്കരിക്കരുത്. ഇന്നിപ്പോൾ കണ്ടു ഒരാൾ, അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. അപ്പോൾ അവരയ്യോ അറിയാമായിരുന്നില്ല, അവർ ബാക്കി എല്ലാവരും കാട്ടുന്ന കണ്ടിട്ട് ചെയ്തതാണ് എന്ന് പറഞ്ഞു. അത് കുഴപ്പമില്ല, ഇനി ചെയ്യാതിരുന്നാൽ മതി എന്നും പറഞ്ഞു. കാരണം അവരങ്ങനെ എവിടെയും അങ്ങനെ സാഷ്ടാംഗ നമസ്കാരം ഇല്ലല്ലോ, ചിലവർക്കത് അറിയാഞ്ഞിട്ടാണ്. അപ്പം അങ്ങനെ അവിടുന്ന് തൊഴുതു. ഇനി നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ നമ്മളെ അനന്തപത്മനാഭസ്വാമി കാണാം, അദ്ദേഹത്തെ കാണാം. അത് അതേമാതിരി വിധാനമായിട്ട് ധാരാളം മാലകൾ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നുണ്ട്. കണ്ട് തൊഴുത് പത്മനാഭസ്വാമീനെ കണ്ട് തൊഴാം. അത് കഴിഞ്ഞാൽ ദശാവതാര വിഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ കണ്ട് തൊഴുത് കൃഷ്ണൻ്റെ അവിടെയൊക്കെ അത് മാലയൊക്കെ ചാർത്തിയിട്ടുണ്ട്. സുബ്രഹ്മണ്യ സ്വാമീനെ കാണാം, ഭസ്മം കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഹനുമാൻ സ്വാമിയെ കാണാം. ഹനുമാൻ സ്വാമിയുടെ അവിടെ ഏതാ മാലയൊക്കെ ഉണ്ട്. ആ കുങ്കുമൊക്കെ എടുത്ത് നെറുകിൽ ചാർത്തിയിട്ട് നേരെ നമുക്ക് ഓവിൻ്റെ അവിടെ വന്ന് ഒന്ന് പ്രാർത്ഥിക്കാം. ഓവിൻ്റെ അവിടെ നിന്ന് നാരായണ 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 പ്രാർത്ഥിച്ച് നേരെ ഇങ്ങോട്ട് പോരുമ്പോൾ താമരക്കണ്ണനെ കാണാനുള്ള ആ യാത്ര. അപ്പോൾ താമരക്കണ്ണനെ അങ്ങനെ പോരുമ്പോൾ ഇന്നലെ ശ്രീലകത്തും പുറത്തും താമരക്കണ്ണനായിരുന്നു. അപ്പോൾ പലർക്കും അതിൻ്റെ അവിടെ ചെന്നിട്ട് അവിടെ എന്തോ ഉണ്ട് എന്നല്ലാതെ എന്താണെന്ന് അറിയണില്ല. ചിലവർക്ക് താമരക്കണ്ണനാണ്, പക്ഷെ എവിടെയെന്ന് അറിയണില്ല. നമ്മൾ പോകുമ്പോൾ മിക്കവാറും ആളുകൾ അത് എവിടെയെന്ന് ഇങ്ങനെ ചോദിച്ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ആളുകൾക്കൊക്കെ കാണിച്ചു കൊടുക്കുക. അങ്ങനെ ആ താമരക്കണ്ണനെ കണ്ട് തൊഴുക. കൽപ്പക വൃക്ഷത്തിൻ്റെ ചുവട്ടിലാണല്ലോ ഇരിക്കുന്നത്, അത് കണ്ട് തൊഴുക. താമരക്കണ്ണൻ്റെ അടുത്ത് ചെല്ലുമ്പോഴേ ഒരുപാട് പേര് പറയുന്നത് കേട്ടു പല സന്ദർഭങ്ങളിൽ, അതായത് ഇതിപ്പോൾ ഒരു ചുമർച്ചിത്രമല്ലേ, അതിനിപ്പോൾ എന്താ അത്ര പ്രസക്തിന്ന്. പക്ഷെ അതിൻ്റെ പ്രസക്തി എന്താണെന്നുള്ളത് അറിഞ്ഞപ്പോൾ നമ്മളെ വീഡിയോ കണ്ട ആളുകൾക്കൊക്കെ അത് ഇഷ്ടമായി. അവർ അത് ഇത് പൂന്താനം മേൽപ്പത്തൂർ വില്ലമംഗലത്തിൻ്റെ കളിച്ച് നൃത്താറയും ഒക്കെ, ആ നൃത്താറയുടെ പ്രാധാന്യം ഇതുമൊക്കെ പാടെ പറയുമ്പോൾ നൃത്താറയിൽ ഇരുന്ന് വില്ലമംഗലത്തിനോടൊപ്പം കളിച്ചിരുന്ന കണ്ണന് ശ്രീലകത്തേക്ക് എത്താൻ, അതായത് 3 മണി സമയമായപ്പം മേൽശാന്തി വന്നപ്പോൾ അധികനെ പോകാൻ വഴിയില്ലാതെ ഇതിലൂടെ താമരക്കണ്ണനായിട്ട് പോയി എന്നുള്ള ആ ഒരു ഐതിഹ്യം അതറിയാത്ത ആളുകൾ ധാരാളം ഉണ്ടേ. അപ്പോൾ അവരാണ് ഇതിപ്പോൾ ഒരു മോറൽ പെയിൻറ്റിങ് അല്ലേ എന്ന്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഐതിഹ്യം അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ട ആൾക്കാർക്കൊന്നും കുഴപ്പമില്ല, അല്ലാത്തവർക്കാണ് ഇപ്പോൾ അത് അറിയാതെ. അപ്പം ഞാൻ പലരോടായി ഇപ്പോൾ അത് പറയുന്നു. അങ്ങനെ അവിടെ ആ കണ്ണനെ തൊഴുതു, താമരക്കണ്ണനെ തൊഴുതു. ഇനി ആ മണിക്കിണർ കണ്ടു. അതേപോലെ ആ നൃത്തറയിലേക്ക് നോക്കിയാൽ നമ്മുടെ കണ്ണൻ അവിടെ ഇങ്ങനെ നൃത്തം ചെയ്യണം. അപ്പോൾ നൃത്തം ചെയ്യുന്ന കണ്ണനെയും കണ്ട് നേരെ നമ്മൾ വടക്കേ നടയിലൂടെ ആ കുറൂരമ്മേനെയൊക്കെ കണ്ട് വസുദേവരെയൊക്കെ കണ്ട് നേരെ ഇങ്ങോട്ട് പോരുക. അങ്ങനെ പ്രസാദ കൗണ്ടറിൻ്റെ അടുത്ത് വന്ന് പ്രസാദം വാങ്ങാം. ഇനി നേരെ നമ്മുടെ ഇടത്തരികത്ത് കാവിലെ അമ്മയെ തൊഴുക. ഭഗവതി ഇന്ന് എങ്ങനെ ഇരിക്കണമെന്നൊക്കെ നോക്കണ്ടേ, പോയി നോക്കുക. അതിൻ്റെ മുകളിൽ ആ വിഗ്രഹത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ചന്ദനം ചാർത്തുന്നു. ചന്ദനം ചാർത്തി ഇങ്ങനെ ഇരിക്കുന്ന അഭാവത്തിലാണ്. ഗോളകയൊക്കെ ഉണ്ട്, അതിൻ്റെ കിരീടം പോലെ അതുണ്ട്, പട്ടൊക്കെ നന്നായിട്ടുണ്ട്. നല്ല ചുവന്ന പട്ട് കൊണ്ടുണ്ട്, ചുവന്ന പൂക്കളുമുണ്ട്. ഇന്ന് മാല വളരെ നല്ല മാലകൾ, നല്ല നിറസാന്നിധ്യമായിട്ടാണ് നമ്മളെ ഇടത്തരികത്ത് കാവിലെ അമ്മ അവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ ഇടത്തരികത്ത് കാവിലെ അമ്മയെ കണ്ടു തൊഴുതു. ഇനി നമുക്ക് കുറച്ചും കൂടെ തിരിഞ്ഞു നിന്നാൽ ആ മമ്മിയൂരപ്പനെ കണ്ടു തൊഴാം. അതും ഇപ്പോൾ അവിടെയും ചോദ്യം ഉണ്ടായി,
എന്താപ്പം അങ്ങോട്ട് തിരിഞ്ഞ് നോക്കണേ? തിരിഞ്ഞിട്ട് എന്താപ്പം അവിടെ നിൽക്കണേ? എന്താ അവിടെ ആരാ? അവിടെ രണ്ട് ശിവൻ്റെയും പാർവതിയും ഫോട്ടോ അല്ലേ കാണുന്നുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു മമ്മിയൂരപ്പനാണ്, മമ്മിയൂരപ്പനായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്, ഇത് താമരയൂരായിരുന്നു. അപ്പോൾ ഈ ഗുരുവായൂരപ്പനെ പ്രതിഷ്ഠിക്കാൻ വേണ്ടിയിട്ട് സ്ഥലം നോക്കി വന്ന സമയത്ത് ഒഴിവാക്കിയിട്ട് അങ്ങനെ മമ്മിയൂരേക്ക് മാറിയതാണ്. പാർവതീദേവി ഇവിടുന്ന് പോയില്ല, അതാണ് എടത്തിരികത്തുകാവിൽ അമ്മയെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറേ ആൾക്കാർക്ക് അത് ഇന്ന് വിശ്വാസമായി. അപ്പോൾ ഇനി അവർ വരുമ്പോൾ അതിനനുസരിച്ച് മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കും അവിടെ നിന്നിട്ട്. ഓം നമഃശിവായ എന്ന് പറഞ്ഞിട്ട് മമ്മിയൂരപ്പ കാക്കണേ എന്ന് പറഞ്ഞ് അവിടെ പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞാൽ നേരെ ആ കൊടിമരമൊക്കെ കാണാം. അപ്പോൾ നമുക്ക് ഒന്നും കൂടി അതിനെ പോരുമ്പോൾ കൊടിമരത്തിൻ്റെ അവിടുന്ന് ഒന്നുകൂടി കണ്ടാലോ, നമുക്ക് ശ്രീലകത്തേക്ക് നോക്കിയാലേ നമ്മുടെ ആ വെണ്ണക്കണ്ണനെ മുട്ടുകുത്തി നിന്ന് ആ വെണ്ണ കഴിക്കുന്ന വെണ്ണക്കണ്ണനെ ഒന്നുകൂടി കാണാമല്ലോ. അപ്പോൾ നമുക്ക് ഒന്നുകൂടി കാഴ്ച സന്തോഷമാവും. അങ്ങനെ അവിടുന്ന് കൊടിമരത്തിൻ്റെ അവിടെ നിന്നുകൂടി കണ്ട് നേരെ കൂത്തമ്പലത്തിൻ്റെ അവിടേക്ക് വരിക. കൂത്തമ്പലത്തിൻ്റെ അവിടെ ഇപ്പം ഇനിയുണ്ട് കേട്ടോ. ഇപ്പോൾ 12 ദിവസത്തിൽ 3, 4, 5 ദിവസമായിട്ടേ ഉള്ളൂ ആ അങ്കുലിയാങ്കം കൂത്ത്. വൈകിട്ടാണെന്ന് മാത്രം. ആ ഹനുമാൻ സ്വാമിയുടെ വേഷത്തിൽ ഫുൾ വേഷത്തിലാണല്ലോ ആ അകത്ത് കൂത്തമ്പലത്തിൽ ഇങ്ങനെ കൂത്ത് പറയുക. അവർക്ക് മാത്രമേ ആ സോപാനത്തു നിന്ന് ആ തീർത്ഥം വാങ്ങാനൊക്കെ ഉള്ള അധികാരമുള്ളൂ, മേൽവസ്ത്രത്തോട് കൂടിയിട്ടേ. അപ്പോൾ അതവിടെ വൈകുന്നേരം വരുന്ന ആളുകൾ അതൊക്കെ ഒന്ന് ശ്രവിക്കാൻ നോക്കുക. കൂത്തമ്പലത്തിലുണ്ടാവും. 12 ദിവസമാണ് ആകെ ഉള്ളത്. അപ്പോൾ അത് ഏകദേശം ആവാറായി തുടങ്ങി. ഏകാദശിയുടെ അടുപ്പിച്ചൊക്കെ തന്നെയാവും. അപ്പോൾ അവിടെ കണ്ട് തൊഴുതു. അത് കഴിഞ്ഞാൽ ഇനി അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് വരിക. അയ്യപ്പസ്വാമീനെ കണ്ട് തൊഴാം. അയ്യപ്പസ്വാമിയുടെ അവിടെ നിന്ന് നീല വസ്ത്രവും ആ വെള്ള വസ്ത്രമൊക്കെ ആയിട്ട് അങ്ങനെ അത് കോടിക്കളർ മുണ്ടൊക്കെ എടുത്തിട്ടുള്ള ആ പട്ട് ഒക്കെ ഞൊറിഞ്ഞ് എടുത്തിട്ടുള്ള ഇരിക്കുന്ന അയ്യപ്പസ്വാമിയാണ്. അപ്പോൾ നല്ലൊരു കാഴ്ചയാണ് അത് കാണാനുള്ളത്. കണ്ടിട്ട് അയ്യപ്പസ്വാമിയെ കാണുക. ഭൂതനാഥസ്തുതാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ അയ്യപ്പസ്വാമിയെ കണ്ട് തൊഴുത് പ്രാർത്ഥിച്ച് ഒന്ന് വലം വെച്ച് നേരെ പടിഞ്ഞാറ നടയിലേക്ക് വരിക. അപ്പോൾ ആ ഗോപുരത്തിൻ്റെ ആ ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള ഉണ്ണിക്കണ്ണനെ കാണാം. അതുപോലെ കൊടിമരത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെ കാണാം. അപ്പോൾ കണ്ട് പ്രാർത്ഥിക്കുക. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. അങ്ങനെ ഇന്ന് നമ്മൾ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ എൻ്റെ കൂടെ എല്ലാവരും പങ്കെടുത്തു. എല്ലാവരും ഗുരുവായൂരപ്പൻ്റെ ആ ശ്രീലകത്തിൻ്റെ മുന്നിൽ വന്ന് ആ ഗുരുവായൂരപ്പൻ്റെ വെണ്ണക്കണ്ണൻ്റെ രൂപം കണ്ടു ദർശിച്ചു. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ.